മലയാളികളുടെ വെക്കേഷൻ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വാഗമണ്ണിലേക്കാണ് ഇപ്രാവശ്യത്തെ യാത്ര. ഇവിടുത്തെ മൊട്ടക്കുന്നുകളും പൈൻ ഫോറസ്റ്റുകളും അടക്കം ഒരു വാഗമൺ യാത്രയിൽ ഒഴിച്ചുകൂടാനാവാത്ത പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എപ്പിസോഡാണിത്. അതിൻ്റെ ഒപ്പം കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്ത് ഉളുപ്പൂണി മലയിലേക്ക് കയറുന്നതും നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ കണ്ട് ഇവിടുത്തെ ഫോഗിനോൾസ് എന്ന റിസോർട്ടിൽ താമസിച്ച് അങ്ങനെ വാഗമണിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നമ്മുടെ ഈ ബൈക്ക് ട്രിപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ലാസ്റ്റ് എപ്പിസോഡിൽ തേക്കടിയിൽ നിന്ന് ടൈഗറിനെയൊക്കെ കണ്ട് നമ്മളങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. നേരെ വാഗമണ്ണ് വന്ന് അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകണം. നമ്മളിപ്പോൾ മാനമുട്ടിമല ഇറങ്ങി വള്ളക്കടവിൽ നിന്ന് കുട്ടിക്കാനം വന്ന് അവിടുന്ന് ഏലപ്പാറ വഴിയാണ് വാഗമണ്ണിലേക്ക് വരുന്നത്. ഏലപ്പാറ എത്തുന്നതിന് മുമ്പ് റോഡ് സൈഡിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം. ആ താഴെ ടി എസ്റ്റേറ്റിന് അകത്തുകൂടെ കാണുന്ന റോഡാണ് വാഗമണിലേക്കുള്ളത്. ഈ റൂട്ടിൽ വണ്ടി ഓടിച്ച് വരുമ്പോൾ ആൾക്കാരൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വണ്ടി നിർത്തുന്ന ഒരു വ്യൂ പോയിന്റ് ആണത്. ഇനി വാഗമണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ മലയാളികളുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളാണല്ലോ മൂന്നാർ, തേക്കടി, വാഗമൺ, വയനാട്. ഇതിൽ തേക്കടി ഇപ്പോൾ മലയാളികളെക്കാൾ കൂടുതൽ വിദേശികളാണ് വരാറ്. എന്നാൽ വാഗമണ്ണിലും മലയാളികളാണ് കൂടുതലും ഉണ്ടാവുക. ഈവൻ നോർത്ത് ഇന്ത്യൻസ് പോലും അധികം വാഗമണ്ണിലേക്ക് വരാറില്ല. പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നൊക്കെ ബസ്സിൽ വൺ ഡേ ട്രിപ്പ് വെക്കുമ്പോൾ വാഗമണ്ണായിരിക്കും മിക്കവാറും ഡെസ്റ്റിനേഷൻ. ആവശ്യത്തിന് തണുപ്പും കോടമഞ്ഞും കാറ്റും ഒക്കെ ഉണ്ടാവാറുള്ള നല്ല കാലാവസ്ഥയുള്ളൊരു സ്ഥലമാണ് ഈ വാഗമൺ. അങ്ങനെ ഈ റൂട്ടിൽ വരുമ്പോൾ ആദ്യത്തെ പോയിന്റാണ് തങ്ങൾപ്പാറ. മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ അകത്തേക്കുള്ള റോഡിലൂടെ കയറിയാണ് അവിടെ എത്തേണ്ടത്. തങ്ങൾപ്പാറ ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ്. പക്ഷെ എല്ലാ മതസ്ഥർക്കും അങ്ങോട്ട് വരാം. ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ സ്ഥലം എന്നുകൊണ്ട് നല്ല ഭംഗിയുള്ള വ്യൂ ആണ് അവിടെ നിന്ന് നോക്കിയാൽ. ഈ തങ്ങൾപ്പാറ എങ്ങനെ തങ്ങൾപ്പാറയായെന്ന് ചോദിച്ചാൽ 12-ാം നൂറ്റാണ്ടിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിം പ്രീച്ചറായിട്ടുള്ള ബാബ ഫരീദിന്റെ കഫറിടമാണ് ഈ തങ്ങൾപ്പാറ. അങ്ങോട്ടുള്ള ഈ വഴിയാണ് മെയിൻ അട്രാക്റ്റീവ്. 2 സൈഡും കൊക്കയായിട്ടുള്ള ഒരു വലിയ മലയുടെ മുകളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം നല്ല ശക്തിയുള്ള കാറ്റുള്ള ഒരു സ്ഥലമാണിത്. സോ കുട്ടികളെയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ അവരുടെ കൈ പിടിച്ച് നടക്കുന്നതാണ് സേഫ്. പിന്നെ ഈ മലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ തങ്ങൾപ്പാറ കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയാൽ അവിടെ മുരുകൻമല കാണാം. ആ മല തന്നെ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ കുരിശുമലയായി മാറും. അങ്ങനെ മതപരമായിട്ടുള്ള ഒരു ഇക്വാലിറ്റി ഉള്ളൊരു മലയാണിത്. ഇവിടെയൊക്കെ വിശ്വാസികളെക്കാൾ കൂടുതൽ ടൂറിസ്റ്റാണ് കാണാൻ വരുന്നതും. ഇതാണ് തങ്ങൾപ്പാറ എന്ന സ്ഥലം. ആ മുമ്പിലുള്ള വലിയ ഉരുണ്ട കല്ലാണ് തങ്ങൾപ്പാറ. ശരിക്കും ഇതിന്റെ നല്ല വിഷ്വലൊക്കെ എടുക്കണമെങ്കിൽ ഒന്ന് ഡ്രോൺ പറത്തണം എന്നൊക്കെ ഓർത്തതാണ്. പക്ഷേ ഈ പാറയുടെ റൈറ്റ് സൈഡിലുള്ള ആ മലയിലേക്ക് കയറാൻ പോലും പറ്റാത്ത അത്ര ശക്തിയുള്ള കാറ്റായതുകൊണ്ട് ഡ്രോണൊന്നും യൂസ് ചെയ്യാനേ പറ്റിയില്ല. എന്തായാലും നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇതൊരു വലിയ ഹൈക്കിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ടും നല്ല കാറ്റുള്ളതുകൊണ്ടും ഇങ്ങോട്ടുള്ള നടത്തം നമുക്ക് ഒട്ടും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അതുപോലെ തിരിച്ചിറങ്ങാനും ഈസിയാണ്. ഇനി നമ്മുടെ അടുത്ത സ്ഥലം പൈൻ വാലിയാണ്. പക്ഷെ റോഡ് സൈഡിൽ തന്നെ കാണുന്ന ആ നോർമൽ പൈൻ വാലിയിലേക്ക് പോകാതെ പൈൻ ഫോറസ്റ്റിന്റെ വേറൊരു വ്യൂ കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. ആ പോകുന്ന വഴിക്കുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ പാലൊഴുകുംപാറ വാട്ടർഫാൾ. പേര് പോലെ തന്നെ ഒരു മലയുടെ മുകളിൽ നിന്ന് പാല് പോലെ വെള്ള നിറത്തിൽ ഒഴുകി വരികയാണ് ഈ വെള്ളച്ചാട്ടം. മഴക്കാലമാണെങ്കിൽ ദൂരേന്ന് കാണാനായാലും നല്ല ഭംഗിയുള്ള ഈ വാട്ടർഫാളിന്റെ താഴേക്ക് ഇറങ്ങി വരാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് വാസ്തവം. അത്ര സ്മൂത്തായ വഴിയൊന്നും അല്ല ഇങ്ങോട്ട്. പിന്നെ തീരെ ആളും തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ പാലൊഴുകുംപാറ വാട്ടർഫാൾ. പെരിയാറിന്റെ കൈവഴിയായിട്ടുള്ള മീനച്ചിൽ എന്നൊരു പുഴയാണത്. അവിടെ അധികം സമയം കളയാതെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പൈൻ വാലിയിലേക്ക് പോവാണ്.
സാധാരണ എല്ലാവരും വാഗമണിന്റെ റോഡ് സൈഡിൽ തന്നെയുള്ള ആ പൈൻ വാലിയിലേക്കാണല്ലോ പോവാറ്. കാരണം ബസ് പാർക്ക് ചെയ്യാനും വണ്ടി പാർക്ക് ചെയ്യാനും ഒക്കെ അവിടെ സൗകര്യമുണ്ട്. എന്നാൽ അതേ പൈൻ ഫോറസ്റ്റിന് തന്നെ താഴെ ഭാഗത്ത് വന്നാൽ നല്ല ഭംഗിയാണ് ഈ സ്ഥലം. ഇവിടുന്നാണ് എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടത്. 10 രൂപയാണ് എൻട്രി ഫീ. ഇവിടെയും ഒട്ടും ആളും തിരക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഒരു മെയിൻ പ്രത്യേകതയാണ്. നമുക്ക് അങ്ങനത്തെ സ്ഥലങ്ങളാണല്ലോ വേണ്ടതും. നമ്മൾ നേരത്തെ കണ്ട പാലൊഴുകുംപാറ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഈ സൈഡിലൂടെ അരുവിയായിട്ട് ഒഴുകുന്നത്. പൈൻ മരങ്ങളോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു അരുവി ഉള്ളത് കൊണ്ട് ഈ ആംബിയൻസ് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഫുള്ള് മൊട്ടക്കുന്നായി കിടന്ന സ്ഥലത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പേപ്പർ നിർമ്മാണത്തിന് വേണ്ടി ഇങ്ങനെ പൈൻ മരങ്ങൾ പണ്ട് നട്ടുപിടിപ്പിച്ചതാണ്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പൈനും അക്വേഷ്യ മരങ്ങളൊക്കെ ഫോറസ്റ്റിനകത്ത് ഇങ്ങനെ ഒരുപാട് നട്ടുപിടിപ്പിച്ചേക്കുന്നത് കാണാം. എന്തായാലും ടൂറിസ്റ്റിന്റെയൊക്കെ ഒരു ഇഷ്ടപ്പെട്ട ലൊക്കേഷനായി മാറി ഈ പൈൻ മരങ്ങൾ. പിന്നെ ബസ് പോലെയുള്ള വലിയ വണ്ടികൾക്ക് ഈ പൈൻ ഫോറസ്റ്റിന്റെ താഴെ ഭാഗത്തേക്ക് വരാൻ പറ്റില്ലാത്തതുകൊണ്ട് അധികം ആളും തിരക്കും ഒന്നും ഉണ്ടാവില്ല. കാറും ബൈക്കിലൊക്കെ മാത്രമാണ് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. സോ പൊതുവെ വൃത്തിയായി കിടക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങളും വരുമ്പോൾ വേസ്റ്റോ ബിസ്ക്കറ്റ് കവറോ അടക്കമുള്ള സാധനങ്ങളൊന്നും കൊണ്ടിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പോണത് വാഗമണ്ണിലെ മൊട്ടക്കുന്നുകൾ കാണാനാണ്. ആ പോകുന്ന വഴിക്ക് ഇതേ കണ്ടോ, ഒരു മല പൊട്ടിച്ചിട്ടാണ് ഇങ്ങനെ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയോ സിനിമയിലൊക്കെ ഈ ഭാഗത്തു നിന്നുള്ള വിഷ്വൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ടൂറിസ്റ്റ് സ്ഥലമായിട്ട് പോലും റോഡ് കംപ്ലീറ്റ് മോശമായിട്ട് കിടക്കുകയാണ് ഇവിടെ. അങ്ങനെ ഒരു മല തുറന്നുണ്ടാക്കിയ റോഡിലൂടെ വന്ന് നമ്മൾ വാഗമൺ മൊട്ടക്കുന്നിന്റെ എൻട്രൻസിലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് 25 രൂപ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം മൊട്ടക്കുന്നിലേക്ക് കയറാൻ. ക്യാമറയ്ക്ക് 100 രൂപയും ഡ്രോണിന് 750 രൂപയും നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഇങ്ങനെ പുൽമേടുകളായി കിടക്കുന്ന വിശാലമായിട്ടുള്ള മൊട്ടക്കുന്നുകളാണ് വാഗമണിലെ പ്രധാന അട്രാക്ഷൻ. ഇങ്ങനെ ഒരുപാട് മരങ്ങളൊന്നുമില്ലാതെ പുല്ല് മാത്രമുള്ള കുന്നുകളാണ് ഇവിടെയുള്ളത്. പിന്നെ കാലാവസ്ഥ നല്ല തണുത്ത കാലാവസ്ഥയായിരിക്കും മിക്ക സമയവും ഇവിടെ ഉണ്ടാവുക. ദേ മൊട്ടക്കുന്നുകളുടെ ഇടയിലൂടെയുള്ള ആ റോഡ് കണ്ടോ. പണ്ട് മുതലേ ആൾക്കാർ താമസം ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ല ഈ വാഗമൺ. 1926 ബ്രിട്ടീഷുകാർ ഈ സ്ഥലം കണ്ടുപിടിക്കുന്നവരെ ആൾതാമസമില്ലാത്ത വഴിയൊന്നുമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു അത്. പിന്നെ ഒരു ബ്രിട്ടീഷ് കമ്പനി ഇവിടെ തേയിലത്തോട്ടങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ടുള്ള തൊഴിലാളികളെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ചത് മുതലാണ് ഇവിടെ ആൾതാമസം തുടങ്ങിയത്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയും ഭംഗിയുള്ള സ്ഥലങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നാഷണൽ ജിയോഗ്രഫിക്ക് പബ്ലിഷ് ചെയ്ത ഇന്ത്യയിലെ ഭംഗിയുള്ള 50 സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഈ വാഗമണ്ണും ഇടം പിടിച്ചിട്ടുണ്ട്. ഈ മൊട്ടക്കുന്നുകളുടെ ഇടയിൽ ഒരു ചെറിയ തടാകം കണ്ടോ. 2 സൈഡും കോൺക്രീറ്റ് കൊണ്ട് കെട്ടി ഒരു തടാകമാക്കി മാറ്റിയതാണ് ഇതിനെ. ഈ ലേക്കിൽ പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും മലയാളികളുടെ ഒരു വാഗമൺ ട്രിപ്പിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കാഴ്ചകളും കണ്ട് വൈകുന്നേരം വീട്ടിലെത്തുക എന്നുള്ളതാണല്ലോ. എന്നാൽ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് കാണാനുള്ള സ്ഥലങ്ങൾ ഈ വാഗമണ്ണിലുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും രാത്രി നല്ല തണുപ്പായിരിക്കും എല്ലാ സീസണിലും. വാഗമണ്ണിലെ ഫേമസ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജും ഉളുപ്പുണി ഓഫ് റോഡും വെള്ളച്ചാട്ടവും ഒന്നും നമ്മളിപ്പോൾ പോയിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് എല്ലാ സ്ഥലങ്ങളും കണ്ട് തിരിച്ചു വരൽ അത്ര പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്ത് നാളെ കറങ്ങാനാണ് പ്ലാൻ. ആ കാണുന്ന ഫോഗിനോൾസ് എന്ന റിസോർട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. വാഗമണ്ണിലെ ഒരു ഫേമസ് ആയിട്ടുള്ള റിസോർട്ടാണത്. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്ത് നേരെ റൂമിലേക്ക് പോവുകയാണ്. ഒരു ഗുഹയിലൂടെ കയറിയിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത്. പലരുടെയും വീഡിയോസിലൂടെ നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഷാൻജിയോടെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ റിസോർട്ടിനെ കുറിച്ച് അറിഞ്ഞത്. നല്ല ഭംഗിയിൽ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന പോലെയാണ് ഈ കേവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പുറമേന്ന് കേവ് ആണെങ്കിലും ഉള്ളിലെത്തിയ നല്ല സ്പേസും സൗകര്യങ്ങളൊക്കെയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള നല്ല റൂമാണ്. റൂമിൻ്റെ ഉള്ളിൽ പ്രത്യേകതകളൊന്നും പറയാനില്ലെങ്കിലും പുറത്തിറങ്ങിയാൽ എവിടെ നോക്കിയാലും ഭംഗിയാണ്. നമ്മൾ റൂമിൽ ബാഗൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഇവരുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ ഒരു അരുവിയുണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കാം.
ഇനി ഈ ഫോഗിനോൾസ് റിസോർട്ടിന്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ടൗണിൽ നിന്ന് ഒട്ടും ദൂരെയല്ല ഈ സ്ഥലം. വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ ഒരു 1/2 കിലോമീറ്റർ വരുമ്പോൾ തന്നെ ഈ റിസോർട്ട് നമുക്ക് കാണാം. ടൗണിനോട് ഇത്രയും അടുത്താണെങ്കിൽ പോലും നമ്മളൊരു കാട്ടിലൂടെ നടക്കുന്ന ഫീലാണ് ഇവിടെ. കംപ്ലീറ്റ് പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലം. കുറച്ച് ഓപ്പൺ ആയിട്ട് സ്ഥലത്ത് കൂടെയും പിന്നെ തേയിലത്തോട്ടത്തിൽ കൂടെയൊക്കെ നടന്ന് നമ്മളങ്ങനെ അരുവിയുടെ അടുത്തെത്തി. പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും വരാത്ത നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഈ പുഴയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ പാലായിലെ ഫേമസ് ആയിട്ടുള്ള മീനച്ചിലാറാണത്. ഈ മലയിൽ നിന്നാണ് മീനച്ചിലാറിന്റെ ഉത്ഭവം. ഇതും ഇങ്ങനെ 2-3 ചെറിയ സ്ട്രീമുകളും ചേർന്നിട്ട് ഈ മലയുടെ താഴ്ഭാഗത്തു നിന്നാണ് മീനച്ചിലാറായിട്ട് ഒഴുകി തുടങ്ങുന്നത്. നല്ല തണുത്ത തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഇവിടെ. ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് പറ്റിയ സ്ഥലമാണിത്. പിന്നെ സ്വാഭാവികമായിട്ട് മഴക്കാലത്താണ് ഇവിടെ ഫുള്ള് വെള്ളം ഉണ്ടാവുള്ളൂ. വേനൽക്കാലത്ത് വെള്ളം കുറവായിരിക്കും. പക്ഷെ വേനൽക്കാലത്ത് കംപ്ലീറ്റ് വറ്റി പോകാറില്ല. ഇത് ഇവിടുന്ന് ഒഴുകി താഴെ അറപ്പുകാട് എന്നൊരു ചെക്ക് ഡാമിലേക്കാണ് ചെല്ലുന്നത്. അവിടുന്ന് KSEBയുടെ ഒരു ടണൽ വഴി വൈദ്യുതി ഉൽപാദനം കഴിഞ്ഞ് നേരെ താഴേക്കെത്തും. അപ്പോൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോവാണ്. ഇനി റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളൊക്കെയുള്ള വാഗമണിലെ ഒരു ഫേമസ് ആയിട്ടുള്ള റിസോർട്ടാണത്. പ്രധാന കാര്യം ഇവിടുത്തെ ആംബിയൻസ് ആണ്. പിന്നെ ഗ്ലാസ് റൂഫും കേവ് റൂംസും 360 ഡിഗ്രി വ്യൂ പോയിന്റും തിയേറ്ററും ഒക്കെയുള്ള ഒരു ലക്ഷറി റിസോർട്ടിൽ. ഇതിൽ ഈ കാണുന്ന മുകളിലുള്ളതൊക്കെ ഫാമിലിക്ക് പറ്റുന്ന പോലെയുള്ള വില്ല റൂംസ് ആണെങ്കിൽ താഴെ കേവ് റൂംസ് ആണല്ല. ദൂരേന്ന് കണ്ടാൽ ശരിക്കും ഗുഹ പോലെ തോന്നിപ്പിക്കുന്ന സ്ഥലം. ഇതിനകത്ത് മിനി തിയേറ്ററും പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. റിസോർട്ടിന്റെ പേര് ഫോഗിനോൾസ് എന്നാണെങ്കിലും ഇന്ന് അത്ര ഫോഗ് ഉണ്ടായിരുന്നില്ല. സാധാരണ ആഴ്ചയിൽ ഒരു 4-5 ദിവസമെങ്കിലും കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന സ്ഥലമാണ് അത്ര ഇത്. അല്ല, പൊതുവെ വാഗമണ്ണിൽ മൊത്തത്തിൽ കോടമഞ്ഞുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ രാത്രിയായപ്പോൾ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തണുപ്പത്ത് തീകായലും കഴിഞ്ഞ് ഡിന്നറും കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങാനാണ് പ്ലാൻ. ഇന്ന് ഗ്ലാസ് ബ്രിഡ്ജ് മുളുപ്പൂണിയൊക്കെയാണ് പോകാനുള്ളത്. എല്ലാ റിസോർട്ടിലുള്ള പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയും ബൊഫേ ആണ്. പിന്നെ ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് പ്രത്യേകം എടുത്ത് പറയാൻ കേട്ടോ. നല്ല ക്വാളിറ്റി ഫുഡാണ്, നല്ല ഷെഫുമാണ്. അതുപോലെ ഫുഡിൽ ഒരുപാട് മെനു ഓപ്ഷൻസും നമുക്കുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോവാണ്. ഇതിനകത്താണ് ഗ്ലാസ് ബ്രിഡ്ജും സിപ്പ് ലൈനും അടക്കം ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. ശരിക്കും ഇത് ഗവൺമെന്റിന്റെ വലിയൊരു ടൂറിസം പ്രൊജക്റ്റ് ആണ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടെ ഓപ്പണിംഗ് ടൈം. ഒരുപാട് അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുവരാനുള്ള പ്ലാനോട് കൂടി തുടങ്ങിയ ഈ ഒരു വലിയ പാർക്കാണ് ഇതെങ്കിലും അതിൽ പകുതി ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഭാവിയിൽ ഒരു വലിയ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാനുള്ള സെറ്റപ്പാണ് ഈ വാഗമൺ അഡ്വഞ്ചർ പാർക്ക്. ഇതിൽ ഓരോ സ്ഥലത്തേക്കും എത്താൻ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് വണ്ടി അത്യാവശ്യമാണ് കേട്ടോ. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്തെത്തി. 250 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ. ഇവിടെയുള്ള ഓരോ ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഒരു ടിക്കറ്റിൽ 5 മിനിറ്റ് ആണ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ നിൽക്കാൻ അനുവദിക്കുക. സംഭവം രസമാണ്. ഒരു ചെറിയ പേടിയൊക്കെ തോന്നും, കാരണം താഴേക്ക് നല്ല താഴ്ചയാണ്, പിന്നെ നല്ല കാറ്റും ഉണ്ടാവും. കേരളത്തിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് വയനാട് 900 കണ്ടിയിലാണല്ലോ. അവിടെ 30 മീറ്റർ ആണ് നീളം. എന്നാൽ ഇത് 40 മീറ്റർ ലെങ്ത്തിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും വിശാഖപട്ടണത്ത് 50 മീറ്റർ നീളത്തിലുള്ള വേറെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നു കഴിഞ്ഞു. ഇനി നിങ്ങളൊക്കെ വാഗമണ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് കേട്ടോ ഇത്. അത്ര പേടി തോന്നുന്നവരാണെങ്കിൽ താഴേക്ക് നോക്കാതെ നേരെ നടന്നാൽ മതി. എന്നിട്ട് അറ്റം വരെ നടന്നിട്ട് അപ്പം താഴേക്ക് നോക്കണം. നല്ല രസമാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ രാവിലെ സമയത്ത് വരുന്നതാണ് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലത്. അതുപോലെ തിരക്കും കുറവായിരിക്കും. ഉച്ചയായി കഴിഞ്ഞാൽ തിരക്ക് മാത്രമല്ല, നല്ല ശക്തിയിലുള്ള കാറ്റും ഉണ്ടാവും. ഇങ്ങനെ നല്ല ശക്തിയുള്ള കാറ്റുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് പാരാഗ്ലൈഡിങ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിന് തൊട്ടടുത്ത് തന്നെയാണിത്. അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിലും ഇന്ന് അത് ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. വാഗമണിലെ ടീ ലേക്ക് എന്നറിയപ്പെടുന്ന സിനിമ ഷൂട്ടിങ്ങിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇനി.
ഇവിടെ എൻട്രൻസ് ഗേറ്റിൽ 10 രൂപ എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയ ബോട്ടിങ്ങിനും പിന്നെ ഇവിടെ ഈ പാലത്തിൽ കയറാനൊക്കെ വേറെ ടിക്കറ്റ് എടുക്കണം. ഈ പാലത്തിലേക്ക് ഒന്ന് കയറണമെങ്കിൽ 50 രൂപയാണ് ഫീ. പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അകത്തുള്ള ഈ പാലം സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടതാണ്. പിന്നെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഉള്ള ലൈറ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ വൈകുന്നേര സമയത്ത് ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു പുഴ പോലെയൊക്കെ തോന്നുമെങ്കിലും വാഗമണിലെ പല സ്ഥലങ്ങളിലുള്ള പോലെ ഒരു വലിയ കുളമാണത്. ഈ പാലം ഇല്ലെങ്കിലും തൊട്ടപ്പുറത്ത് കൂടി നടന്നിട്ട് നമുക്ക് അപ്പുറം കിടക്കാൻ പറ്റും. അതുപോലെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് അകത്തായതുകൊണ്ടാണ് ഇവർ ഇങ്ങോട്ട് വരാൻ ഫീസൊക്കെ മേടിക്കുന്നത്. വാഗമണിലെ മിക്ക സ്ഥലങ്ങളിലും തടാകങ്ങളിലും ഒക്കെ ഉള്ള പോലെ തന്നെ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ഇവിടെയുണ്ട്. ആ ഒരു പാലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാമെന്നല്ലാതെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനിയുള്ളത് വാഗമണിലെ ഫേമസ് ആയിട്ടുള്ള ഉളുപ്പൂണി ഓഫ് റോഡാണ്. അത്ര ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഓഫ് റോഡൊന്നും അല്ല. അത്യാവശ്യം ബൈക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറി പോകാവുന്നേ ഉള്ളൂ. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ബൈക്ക് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനു മുമ്പ് 2018 ഞാൻ ഈ മല കയറിയത്, അതും ഒരു സ്കൂട്ടറിൽ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ബൈക്ക് അല്ലാതെ ഒരു 4x4 വെഹിക്കിൾ ഉണ്ടെങ്കിൽ ഈ മല കയറാൻ തടസ്സമൊന്നുമില്ല. അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മലയാണിത്. പക്ഷെ ഇങ്ങോട്ടുള്ള വഴിയിലേക്ക് മൊത്തം പുല്ല് വളർന്ന് നിൽക്കുന്നുണ്ട്. വണ്ടിയിലൊക്കെ സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടുന്ന് തന്നെ ജീപ്പ് വിളിച്ച് വരുന്നതാണ് നല്ലത്. വാഗമണിൽ ജീപ്പ് സഫാരി എന്ന് പറഞ്ഞ് ഇങ്ങനെ 4-5 സ്ഥലങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു 3-4 മണിക്കൂർ വാഗമൺ കറങ്ങുന്ന പാക്കേജസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ജീപ്പ് ഡ്രൈവേഴ്സ് ഒക്കെ റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. ഈ വാഗമണ്ണിൽ ഉളുപ്പുണി മലയുടെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കിയാൽ ഒരു സൈഡിൽ ഇടുക്കി ഡാം റിസർവോയർ കാണാം. അതുപോലെ ചുറ്റുമുള്ള മലകളുടെയൊക്കെ മുകളിലായിട്ടാവും നമ്മൾ നിൽക്കുക. സോ നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഇതും പുൽമേട് തന്നെയാണെങ്കിലും വാഗമൺ മൊട്ടക്കുന്നുകൾ പോലെ ചെറിയ പുല്ലല്ല, നല്ല ഹൈറ്റ് ഉള്ള പുല്ലാണല്ല. ഇതേ ഒരു മ്ലാവ്. ഈ മലയിൽ നിന്ന് ഇങ്ങനെ ഒരു സാമ്പാദ്യനെ കാണാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. ഒരു കുട്ടിയുണ്ട് ഈ മ്ലാവിന്റെ കൂടെ. കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ ഈ വാഗമണ്ണാണ്. മിക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങളും ഇപ്പം നല്ല റോഡുകളൊക്കെ ആയതുകൊണ്ട് ഓഫ് റോഡ് എക്സ്പീരിയൻസ് കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. ഞാൻ 6 വർഷം മുമ്പ് വരുമ്പോഴും വാഗമൺ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അന്ന് നട്ടുച്ചയ്ക്ക് പോലും വാഗമൺ ടൗണിലൊക്കെ ഫുള്ള് കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. ഇവിടെ വാഗമണ്ണിൽ സ്വന്തം വണ്ടി കൊണ്ട് അല്ലാതെ വരുന്ന ടൂറിസ്റ്റൊക്കെ ഇങ്ങനെ ജീപ്പ് വിളിച്ചിട്ടാണ് കറങ്ങാൻ പോകാറ്. നമ്മുടെ വണ്ടിക്ക് പോകാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും ഇവർ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് ഉളുപ്പൂണി മലയുടെ ടോപ്പ്. നമ്മൾ നേരത്തെ ജീപ്പ് ഒന്ന് റൗണ്ട് ചെയ്യുന്നത് കണ്ടതും ഒരു വ്യൂ പോയിന്റ് ആണ്. നമ്മൾ പറയുന്ന ചാർജും നമ്മുടെ സമയമൊക്കെ അനുസരിച്ചാണ് എത്ര പോയിന്റിൽ നമ്മളെ കൊണ്ടുപോകുന്നുള്ളത് ജീപ്പുകാർ ഫിക്സ് ചെയ്യുന്നത്. ആ കാണുന്ന സ്ഥലത്തെ കവന്ത എന്നാണ് പറയുന്നത്. ഇതുവഴി ഇറങ്ങി മൂലമറ്റം പോകാനൊക്കെ വഴിയുണ്ട്. യാക്കോബിന്റെ പുസ്തകം എന്ന സിനിമയിലെ പോലീസുകാരെ തടയുന്ന സീനൊക്കെ ഈ സ്ഥലത്തു നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഉളുപ്പൂണി മലയിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. മർമല വാട്ടർഫാൾസ്. നല്ല ഹൈറ്റിൽ നിന്ന് വെള്ളം വരുന്ന കാടിനകത്തുള്ള ഒരു വാട്ടർഫാൾ ആണത്.
വണ്ടി നിർത്തി ഒരു 10 മിനിറ്റോളം നടന്നിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിലെത്താൻ. ഇങ്ങനെ കല്ലും പാറയും കാടും ഒക്കെയുള്ള സ്ഥലത്ത് കൂടെ നടന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുമ്പോഴുള്ള വ്യൂ ഇതാ. സ്വാഭാവികമായിട്ടും നവംബർ ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങി. ആ വെള്ളം വീഴുന്ന സ്ഥലത്ത് നല്ല ആഴമുണ്ടത്രേ, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാനും അനുവാദമില്ല. ഇതിൻ്റെ ചുറ്റും വലിയ ഹൈറ്റുള്ള മലയും കാടും ഒക്കെയാണ്. കംപ്ലീറ്റ് നിശബ്ദമായിട്ടുള്ളൊരു ഏരിയ. ഇനി ഇവിടം വരെ വന്നിട്ട് വെള്ളച്ചാട്ടത്തിലൊന്ന് ഇറങ്ങണം അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് കുളിക്കണം എന്നുള്ളവർക്ക് ഇതിന്റെ താഴെ വെള്ളത്തിൽ ഇറങ്ങാൻ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ മർമല വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിസോർട്ടിൽ പോയി സ്റ്റേ ചെയ്ത് നാളെ രാവിലെ ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ട്രെക്കിങ്ങിനാണ് പോയത്. അപ്പോൾ ആ ട്രെക്കിംഗ് സ്റ്റോറി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.